നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സെറ്റിൻ്റെ മാത്തമാറ്റിക്സ് സെറ്റ് എക്സാമിൽ എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് ഇക്വേഷൻ തന്നിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടോ, അതിന് സൊല്യൂഷൻ ഇല്ലേ, ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ, സിസ്റ്റം കൺസിസ്റ്റൻ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് അത് പെട്ടെന്ന് ഓരോ ഇക്വേഷൻസ് ആയിട്ട് സോൾവ് ചെയ്ത് ആ വാല്യൂസ് കണ്ടുപിടിച്ച്, അങ്ങനെ നമ്മളോട് വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറില്ല, പക്ഷെ ചോദിക്കുന്നതിന് സൊല്യൂഷൻ ഉണ്ടോ, സൊല്യൂഷൻ ഇല്ലേ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ, എത്ര സൊല്യൂഷൻസ് ഉണ്ട്, യുണീക്ക് സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണോ, ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പം നമ്മൾ അതിന് ഇരുന്ന് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ മെട്രിക്സ് തിയറി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. Solution of system of linear equations. Let us express the system of linear equations as matrix form. നമ്മൾ എന്ത് ചെയ്യുക, ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ എങ്ങനെ മാറ്റുക, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക. Consider the system of equations a11 x1 plus a12 x2 plus etc plus a1n xn equal to b1, a21 x2 plus a22 x2 plus etc plus a2n xn equal to b2, etc am1 x1 plus am2 x2 plus etc plus amn xn equal to bm. അതായത് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn ഈക്വൽ ടു b1. എത്ര വേരിയബിൾ ഉണ്ട്? n വേരിയബിൾ ഉള്ള ഇക്വേഷനാണ്. രണ്ടാമത് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര പ്ലസ് a2n xn ഈക്വൽ ടു b2. അവിടെയും എത്ര വേരിയബിൾ? സെയിം വേരിയബിൾസ് x1 x2 എക്സെട്ര xn വേരിയബിൾസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എത്ര ഇക്വേഷൻ തന്നിട്ടുണ്ട്? m ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. am1 x1 plus am2 x2 plus etc plus amn xn equal to bm. m ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? x1ൻ്റെയും x2ൻ്റെയും x3യുടെയും ഒക്കെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് x1ൻ്റെയും x2ൻ്റെയും x3യുടെയും ഒക്കെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയിട്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Then the system of equations can be written as ax equal to b, where a equal to a11, a12, etc. a1n, then a21, a22, etc. 2n. അങ്ങനെ എവിടെ വരും? a11, am2, etc. amn. x എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? നമ്മുടെ വേരിയബിൾസിന്റെ മെട്രിക്സ് ആണ്. x1, x2, etc. xn. b എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? കോൺസ്റ്റൻസിന്റെ മെട്രിക്സ് ആണ്. b1, b2, etc. bn എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ a11, a12 എന്നൊക്കെ പറയുന്നത് x1, x2, x3യുടെ ഒക്കെ കോഎഫിഷ്യൻസ്. ദെൻ x എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസിന്റെ മെട്രിക്സ്, കോളം മെട്രിക്സ്. b എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻസിന്റെ കോളം മെട്രിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി, the number of equal to number of variable, then the system is consistent and has unique solution. A augmented b ആണ്. A augmented b അതായത് എയുടെയും എ ഓഗ്മെന്റഡ് ബിയുടെയും റാങ്ക് സെയിം ആണ്. അപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് കിട്ടുന്നു, എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് കിട്ടുന്നു. എനെയും ബിനോട് ചേർത്ത് വെക്കുമ്പോൾ എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നു. അപ്പോൾ എയുടെയും എ ഓഗ്മെന്റഡ് ബിയുടെയും മെട്രിക്സിന്റെ റാങ്കുകൾ സെയിം ആണ്. അതെന്തിന് തുല്യമാണ്? നമ്പർ ഓഫ് വേരിയബിൾസ്, എത്ര വേരിയബിൾ ഉണ്ടോ അതിന് തുല്യമാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? then the system is consistent and has a unique solution. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, അതിന് എത്ര സൊല്യൂഷൻ ഉണ്ട്? യുണീക്ക് ആയിട്ടൊരു സൊല്യൂഷൻ കാണും. അതായത് x1, x2, x3 യുണീക്ക് ആയിട്ടൊരു വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എയും എക്സും ബിയും മൂന്ന് മെട്രിക്സ് നമുക്ക് കിട്ടുന്നു. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണെങ്കിൽ, അത് എന്തിനു കൂടെ തുല്യമാണെങ്കിൽ? നമ്പർ ഓഫ് വേരിയബിൾസിന് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റത്തിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം? യുണീക്ക് ആയിട്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾ, then the system is consistent and has infinite number of solution. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണ്, പക്ഷേ അത് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസിന് തുല്യമല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ if rank of A
നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ബി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും തുല്യമേ അല്ല. റാങ്ക് ഓഫ് ബിയും റാങ്ക് ഓഫ് എയും തുല്യം, എ ഓഗ്മെന്റഡ് ബിയും റാങ്ക് ഓഫ് എയും തുല്യമേ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അപ്പൊ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കൺസിസ്റ്റന്റ് ആണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്. പക്ഷേ അത് നമ്പർ ഓഫ് വേരിയബിളിന് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സൊല്യൂഷൻ ഉണ്ട്. അതിന് എത്ര സൊല്യൂഷൻ ഉണ്ട്? യൂണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണ്. അത് എന്തിന് തുല്യമല്ല? നമ്പർ ഓഫ് വേരിയബിൾസിന് തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. പക്ഷെ അതിന് എത്ര സൊല്യൂഷൻസ് ആണ്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഉള്ളത്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമേ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ആ സിസ്റ്റത്തിന് സൊല്യൂഷനേ ഇല്ല. അത് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് അത് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ അത് എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാം? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഇനി വീണ്ടും കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, അതോ അതിന് യുണീക്ക് സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്പർ ഓഫ് വേരിയബിൾസിന്റെ എണ്ണത്തിന് അത് തുല്യമാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അതെന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉള്ള സിസ്റ്റം ആണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അത് നമ്പർ ഓഫ് വേരിയബിൾസിന് തുല്യമല്ല. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണ്. പക്ഷെ അത് നമ്പർ ഓഫ് വേരിയബിൾസിന് തുല്യമല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? സിസ്റ്റം കൺസിസ്റ്റന്റ് ഒക്കെയാണ്, പക്ഷെ അതിന് യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല ഉള്ളത്. അതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദ സിസ്റ്റം 2x plus 3y equal to 1? Option A, the system is inconsistent. Option B, the system is consistent and has two solutions. Option C, the system is consistent and has unique solution. Option D, the system is consistent and has infinite number of solution. അപ്പം 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരൊറ്റ ഇക്വേഷനെ തന്നിട്ടുള്ളൂ. 2x plus 3y equal to 1 എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമല്ല. അതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് ടു സൊല്യൂഷൻ. ടു സൊല്യൂഷത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ യുണീക് സൊല്യൂഷനും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനും നോ സൊല്യൂഷനും ഇത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഓപ്ഷൻ ബി ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then ഓപ്ഷൻ സി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് യുണീക് സൊല്യൂഷൻ. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, അതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടത്. അതെങ്ങനെ ചെക്ക് ചെയ്യാം? അങ്ങനെ അത് ശരിയാവണമെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമായിരിക്കണം. അത് എന്തിന് തുല്യമായിരിക്കണം? നമ്പർ ഓഫ് വേരിയബിൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന് തുല്യം ആയിരിക്കണം. ലാസ്റ്റ് വൺ എന്താ പറയുന്നത്? ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ അതിന് എത്ര സൊല്യൂഷൻസ് ആണ്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണ്, പക്ഷെ അത് എന്തിനു തുല്യമല്ല? നമ്പർ ഓഫ് വേരിയബിൾസിന് തുല്യം അല്ല. അപ്പൊ നമുക്ക് നോക്കാം ഇതിനെങ്ങനെ എഴുതാം. നമ്മുടെ 2x plus 3y equal to 1 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 3 മെട്രിക്സ് 2 3 ഇൻറ്റു മെട്രിക്സ് xy equal to 1. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് കിട്ടി? എ എന്ന് പറയുന്ന മെട്രിക്സ് റോ മെട്രിക്സ് ആണ് 2 3. ഓക്കെ, എക്സ് എന്ന് പറയുന്നതോ? എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് xy. ബി എന്ന് പറയുന്നത് മെട്രിക്സ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് റാങ്ക് ഓഫ് എ എന്ത് കിട്ടും? എയുടെ റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്. ശരിയാന്നല്ലോ. ഓക്കെ, റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ത് വരും? റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എ ഓഗ്മെന്റഡ് ബി എന്താണെന്ന് അറിയണം. എന്താണ് എ ഓഗ്മെന്റഡ് ബി? 2 3 1. അതായത് എയുടെ കൂടെ എന്തിനേയും കൂടെ ചേർത്ത് വെക്കുന്നു? 1നെയും കൂടെ ചേർത്ത് വെക്കുന്നു. 2 3 1. അപ്പൊ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്താണ്? റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ഇതിന്റെ റാങ്ക് എന്താണ്? 1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണ്. പക്ഷേ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ശരിയാണല്ലോ. അപ്പൊ റാങ്ക് ഓഫ് എയും
റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണ്. പക്ഷേ ഇറ്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. അതായത് നമ്പർ ഓഫ് വേരിയബിൾസിന്റെ എണ്ണം 2 ആണ്. കാരണം എക്സും വൈയും 2 വേരിയബിൾസ് ഇവിടെ ഉണ്ട്. പക്ഷേ എയുടെ റാങ്കും എ ഓഗ്മെന്റഡ് ബിയുടെ റാങ്കും എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അപ്പൊ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമായതുകൊണ്ട് തന്നെ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ ആണല്ലോ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമായതുകൊണ്ട് തന്നെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. എന്നാൽ അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ? ഇത് യുണീക് സൊല്യൂഷൻ ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? അത് നമ്പർ ഓഫ് വേരിയബിളിന് തുല്യമായിരിക്കണം. ശരിയാണല്ലോ? പക്ഷേ ഇവിടെ എന്തിനു തുല്യമല്ല? നമ്പർ ഓഫ് വേരിയബിളിന് തുല്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് എത്ര സൊല്യൂഷൻ ഉണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിസ്റ്റം കൺസിസ്റ്റന്റുമാണ്. അതിന് എത്ര സൊല്യൂഷൻ ഉണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. കൃത്യമായി മനസ്സിലാക്കുന്നു. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാണെങ്കിൽ എല്ലായ്പ്പോഴും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അത് നമ്പർ ഓഫ് വേരിയബിളിന് തുല്യമാണെങ്കിൽ യുണീക് സൊല്യൂഷൻ. അത് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾ ആണെങ്കിൽ എത്ര സൊല്യൂഷൻ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത നമുക്ക് ഇങ്ങനെയും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയേഴ്സിൽ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വേരിയബിൾസ് മാത്രം മാറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ സിസ്റ്റം എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു a1 മൈനസ് 2x മൈനസ് z ഈക്വൽ ടു a2 x plus 3y plus 5z equal to a3 has no solution if option A a3 equal to a2 and a1 not equal to 0, option B a3 equal to a2 equal to a1 equal to 0, option C a3 equal to 3a1 and a2 equal to 0, option D a2 equal to minus 3a1 and a3 equal to 0. Okay, അപ്പോൾ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഇതിന് സൊല്യൂഷൻ ഉണ്ടോ സൊല്യൂഷൻ ഇല്ലയോ എന്നൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ആ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല. ഏത് കണ്ടീഷനിൽ സൊല്യൂഷൻ ഇല്ല? അതായത് ഈ പറയുന്ന കോൺസ്റ്റൻസ് a1ന്റെയും a2ന്റെയും a3യുടെയും വാല്യൂസ് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലാത്തത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? എന്താ ക്വസ്റ്റ്യൻ എന്താണ്? a1 a2 a3 എന്ന് പറയുന്ന കോൺസ്റ്റൻസ് താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റത്തിന് എന്തില്ലാത്തത്? സൊല്യൂഷൻ ഇല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്ന എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു a1 x plus y plus 2z equal to a1 minus 2x minus z equal to a2 minus 2x minus z ആണ് minus 2x plus 0y minus z equal to a2 y യുടെ ടേമിലല്ല, അപ്പോൾ നമ്മളവിടെ 0y എഴുതി. ലാസ്റ്റ് x plus 3y plus 5z equal to a3 x plus 3y plus 5z equal to a3. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെന്തില്ല? സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്ന് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? 1 1 2 -2 0 -1 1 3 5. അതായത് എക്സ് വൈ ഇസഡുകളുടെ കോഎഫിഷ്യൻസുകൾ എഴുതി. ഓക്കെ, ഇൻറ്റു മെട്രിക്സ് ഏതാണ്? എക്സ് വൈ ഇസഡ്. നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ബി എന്ത് കിട്ടും? a1 a2 a3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു ബി ഫോമിലേക്ക് എഴുതി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. സിസ്റ്റത്തിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. അതായത് സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും എന്താകരുത്? തുല്യം ആകരുത്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മുടെ മെട്രിക്സ് 1 1 2 -2 0 1 -1 -1 1 3 5. ഇതാണ് എ.
എയുടെയും എ ഓഗ്മെന്റഡ് ബിയുടെ റാങ്ക് ഒരുമിച്ച് തന്നെ കണ്ടുപിടിച്ച് പോകുന്നതാണ് എളുപ്പം. അതായത് ആദ്യം എയുടെ കണ്ടുപിടിച്ച് എ ഓഗ്മെന്റഡ് ബിയുടെ കണ്ടുപിടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബിയും കൂടെ അങ്ങ് ഓഗ്മെന്റ് ചെയ്യാം. ഓഗ്മെന്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, A1 A2 A3 A1 A2 A3. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയുടെ കണ്ടുപിടിച്ചിട്ട് ഇവിടം വരെയുള്ള എന്തിന്റെ റാങ്ക് കിട്ടും, എയുടെ റാങ്ക് കിട്ടും. മൊത്തത്തിൽ കിട്ടുമ്പോൾ എ ഓഗ്മെന്റഡ് ബിയുടെ റാങ്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, റോ റെഡ്യൂസ്ഡ് ഫോമിലേക്കോ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്കോ മാറ്റുക. അപ്പൊ എന്ത് ചെയ്യുക, ഈ 1ന്റെ താഴോട്ടുള്ള പൊസിഷൻസിലുള്ള എലമെന്റ്സ് എല്ലാം 0 ആക്കണം ഫസ്റ്റ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് R2നെ എലമെന്ററി റോ ഓപ്പറേഷൻസ് ചെയ്യുകയാണ്. R2നെ എന്ത് ചെയ്യാണ്, R2 ചേഞ്ചസ് ടു R2 പ്ലസ് 2R1. ഓക്കെ ആണല്ലോ. R2നെ 2R1 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ, R1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 0 ആയി പോവല്ലോ. അതേപോലെ R3യും ചെയ്യാമല്ലോ. R3 എന്ത് ചെയ്യാം, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. R3 R1 കുറച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും, 0 കിട്ടും. അപ്പൊ എന്ത് വരും, ഇത് ഫസ്റ്റ് റോ അതുപോലെ തന്നെ 1 1 2 A1 മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 2 പ്ലസ് 2 0. ദെൻ 0 പ്ലസ് 2 2 minus 1 plus 4 minus 1 plus 4 3. Then A2 minus 2A1 A2 minus 2A1. Okay ആണല്ലോ. minus 2 plus 2 0 0 plus 2 2 minus 1 plus 4 3 A2 minus 2A1. ഇത് ജസ്റ്റ് മൈനസ് ചെയ്യുക. R3 minus R1 ചെയ്യുമ്പോൾ 0 2 5 minus 2 3 then A3 minus A1. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നോക്കുമ്പോൾ എന്ത് മനസ്സിലായി, ഈ 2 റോസും ഇക്വലന്റ് ആണ്, ശരിയല്ലേ? ഈ റോ എന്ന് പറയുന്നത് 0 to 3 ആണ്. അതായത് എയുടെ എ ഓഗ്മെന്റഡ് ബിയുടെ അല്ല, ഇത് എ ആണ്. ഇത് മൊത്തത്തിൽ പറയുന്നത് എ ഓഗ്മെന്റഡ് ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. എ എന്ന് പറയുന്ന മെട്രിക്സ് ശ്രദ്ധിക്കുമ്പോൾ എന്താ കിട്ടുന്നത്, ഇതിന്റെ റാങ്ക് എന്ത് വരും, ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്, ശരിയല്ലേ? ഈ 2 മെട്രിക്സും 2 റോസും എന്താണ്, സെയിം ആണ്. അപ്പൊ ഈ 2 റോസിന്, അതായത് R3 മൈനസ് R1 ചെയ്യും, R3 മൈനസ് R2 ചെയ്യുമ്പോൾ തന്നെ ഇത് ഫുൾ അങ്ങ് 0 ആയി പോകും. അപ്പൊ ഈ 2 റോസും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ വേണ്ടത്, നമുക്ക് സൊല്യൂഷൻ കാണരുതെന്നാ പറഞ്ഞേക്കുന്നത്. സൊല്യൂഷൻ കാണരുതെന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി റാങ്ക് ഓഫ് എയും സെയിം ആവരുത്. അതായത് നമുക്ക് എന്ത് കിട്ടണം, റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി നോട്ട് ഈക്വൽ ടു 2 ആവണം, ശരിയല്ലേ? റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്തായിട്ട് നിൽക്കണം, നോട്ട് ഈക്വൽ ടു 2 ആവണം. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി നോട്ട് ഈക്വൽ ടു 2 ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ അങ്ങ് 0 ആയി കഴിഞ്ഞാൽ, A3 മൈനസ് A1 കൂടെ 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇത് കംപ്ലീറ്റ്ലി 0 ആയി പോകും. അപ്പൊ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ത് തന്നെ കിട്ടും, 0 തന്നെ, 2 തന്നെ കിട്ടും, ശരിയാണല്ലോ? A3 മൈനസ് A1 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ റാങ്ക് എന്തായിട്ട് നിൽക്കും, 2 ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആയാലും മതി, ശരിയാണല്ലോ? ഇത് രണ്ടും സെയിം ആയാലും എന്ത് സംഭവിക്കും, ഇത് എന്തായിട്ട് നിൽക്കും, റാങ്ക് സെയിം ആയിട്ട് നിൽക്കും. അപ്പൊ A3 മൈനസ് A1 ഈക്വൽ ടു 0 ആവാൻ പാടില്ല. അതായത് എന്താകരുത്, A3 ഈക്വൽ ടു A1 ആകരുത്. A3 മൈനസ് A1 നോട്ട് ഈക്വൽ ടു 0. അതായത് A3 എന്താകരുത്, A1 ആകരുത്. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കണം, ഈ 2 എണ്ണവും സെയിം ആണെങ്കിലും എന്ത് കിട്ടും, റാങ്ക് ഓഫ് എയുടെ റാങ്കും എ ഓഗ്മെന്റഡ് ബിയുടെ റാങ്കും എന്തായിട്ട് നിൽക്കും, സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു എന്താവണം, A3 മൈനസ് A1 ആവണം. അതായത് A2 നോട്ട് ഈക്വൽ ടു A3. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോകാം. A3 ഈക്വൽ ടു A2 ആൻഡ് A1 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം, അതായിരിക്കും നമുക്ക് നല്ലത്. ഓരോ ഓപ്ഷൻസ് ആയിട്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, നമ്മൾ തിരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് A3 ഈക്വൽ ടു A2 ആൻഡ് A1 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ A3 ഈക്വൽ ടു A2, A3 ഈക്വൽ ടു A2, ഓപ്ഷൻ എ പറയുന്നത് A3 ഈക്വൽ ടു A2 ആൻഡ് A1 നോട്ട് ഈക്വൽ ടു 0. ഈ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും തുല്യമാവാതിരിക്കും, അത് നോക്കിയാൽ മതി. അപ്പൊ A3 ഈക്വൽ ടു A2 ആയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. A3 ഈക്വൽ ടു A2 ആണ്, A1 നോട്ട് ഈക്വൽ ടു 0.
ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ A3 മൈനസ് A1 ഈക്വൽ ടു 0 ആകരുത്. അതേപോലെ A2 മൈനസ് 2A1 എന്ന് പറയുന്നത് എന്താകരുത്, A3 മൈനസ് A1 ആകരുത്. ഓക്കെ, അപ്പൊ A3യും A2വും തുല്യമായിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ A1 നോട്ട് ഈക്വൽ ടു 0, കറക്റ്റ് അല്ലേ? A1 0 ആകരുത്. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് A ഓഗ്മെന്റഡ് ബി എന്തായിട്ട് നിൽക്കും? 2 അല്ലാതെ തന്നെ നിൽക്കും. അപ്പൊ ഓപ്ഷൻ എ എന്താന്ന് പറയാം? ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. A3 ഈക്വൽ ടു A2 ആൻഡ് A1 നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ള അറിയിക്കുക. താങ്ക് യു.